ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വിരലിന്റെ വീരവാദങ്ങൾ. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ കൈത്തണ്ടയിൽ തലയും വെച്ച് കിടന്നുറങ്ങുമ്പോൾ കൈവിരലുകൾക്ക് വെറുതെ ഇരുന്നു മടുത്തു. 5 വിരലുകളും ഞാനാ വലിയവൻ എന്ന മട്ടിലായിരുന്നു തർക്കം. തള്ളവിരൽ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ഞാനല്ല നിങ്ങളുടെ അമ്മ, അതുകൊണ്ടാണ് എന്നെ തള്ളവിരൽ എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട രേഖകളിലും മുദ്രപത്രങ്ങളിലും മഷി പുരട്ടി അടയാളങ്ങൾ പതിപ്പിക്കുന്നത് എന്നെ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഞാനാണ് നേതാവ്, എനിക്കാണ് കൂടുതൽ മേന്മ, അതുകൊണ്ട് എന്നെ എല്ലാവരും അനുസരിക്കണം. ഹോ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ചൂണ്ടുവിരൽ എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ഏതൊരു വസ്തുവിനെയും ചൂണ്ടിക്കാണിക്കുന്നതിനും തൊട്ടു കാണിക്കുന്നതിനും എന്നെ ഉപയോഗിക്കും. അതുപോലെ എല്ലാ എഴുത്തുകുത്തുകളിലും എന്നെ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് എനിക്കാണ് കൂടുതൽ സ്ഥാനം, അതുകൊണ്ട് എന്നെ എല്ലാവരും അനുസരിക്കണം. ചൂണ്ടുവിരൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നടുവിരൽ നടുക്കുചാടി വീണു. എന്ത് വിഡ്ഢിത്തമാ നിങ്ങളെ പറയുന്നത്? കൂട്ടത്തിൽ വലിപ്പം കൊണ്ട് മുതിർന്നവൻ ഞാനല്ലേ? മാത്രമല്ല നിങ്ങളുടെ 4 പേരുടെയും നടുവിൽ നിയന്ത്രിക്കുന്നത് ഞാനല്ലേ? വലിപ്പം കുറഞ്ഞവർ അല്പത്തരം പറയണ്ട, ഞാനാണ് നിങ്ങളുടെ തലവൻ, അതുകൊണ്ട് എന്നെ എല്ലാവരും അനുസരിക്കണം. നടുവിരലിന്റെ വമ്പത്തരം കേട്ട് നിയന്ത്രണം വിട്ട മോതിരവിരൽ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? മനുഷ്യന് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സ്വർണവും രത്നവുമെല്ലാം പതിപ്പിച്ച മനോഹരമായ മോതിരം അണിയുന്നത് എന്നിലൂടെയാണ്. അതിൽ നിന്നു തന്നെ നിങ്ങൾ ഉറപ്പിച്ചുകൂടെ? നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കാണ് കൂടുതൽ മഹത്വമെന്ന് മേലിൽ ഈ കാര്യം പറഞ്ഞ ആരും തർക്കിക്കേണ്ട. തിളങ്ങി നിൽക്കുന്ന ഞാൻ തന്നെയാണ് നേതാവ്. ഇതും കൂടി കേട്ടപ്പോൾ ഇതുവരെ ഒന്നും മിണ്ടാതിരുന്ന ചെറുവിരലിന് ദേഷ്യം ഇരിച്ചു കയറി. നിങ്ങൾ 4 പേരും കുറെ നേരമായല്ലോ ഹുങ്ക് പറയാൻ തുടങ്ങിയിട്ട്. എന്താ, കൂട്ടത്തിൽ ചെറുതായത് കൊണ്ട് എനിക്കൊരു സ്ഥാനവുമില്ലെന്നാ കരുതിയത്? എന്നാൽ കേട്ടോളൂ, മനുഷ്യൻ തൊഴുതു നിൽക്കുമ്പോഴും മഹാന്മാരെ കാണുമ്പോൾ കൈ കൂപ്പുമ്പോഴും മുന്നിൽ നിൽക്കുന്നതാരാ? ഞാൻ തന്നെ. പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ നേതാവാകാൻ എനിക്ക് സാധിക്കില്ല? കുഞ്ഞുവിരലും തന്റെ വീരവാദങ്ങൾ പറഞ്ഞതുകൂടി മറ്റു വിരലുകളും തന്റെ കേമത്തം പറഞ്ഞ് ഒച്ച വെക്കാൻ തുടങ്ങി. അതുവരെ ഉറക്കം നടിച്ചു കിടന്ന മനുഷ്യൻ ചാടി എഴുന്നേറ്റു. ഹേ, എന്താണ് ഇവിടെ നടക്കുന്നത്? കുറെ നേരമായാലും ഒച്ച വെക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് നിർത്തിയേ. അത് കേട്ടപ്പോൾ വിരലുകൾ മിണ്ടാതിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ മനുഷ്യനോട് തന്നെ ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങൾ തന്നെ പറയൂ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാ കൂടുതൽ കേമനെന്ന്? വിരലുകളുടെ ചോദ്യം കേട്ട് ആദ്യം മനുഷ്യനൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. അവയെല്ലാം വളരെയധികം ശരിയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഗുണമുണ്ട്. നിങ്ങളിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ എനിക്ക് ജോലി ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ പ്രയാസമാണ്. അതിനധികം ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ ഒരു കൈപ്പത്തി നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്താലേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ
മറുപടി കേട്ട് വിരലുകൾ ലജ്ജിച്ചു തല താഴ്ത്തി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഞാനാ വലിയവൻ എന്ന ഭാവത്തിൽ ആരും തർക്കിക്കരുത്. അതുകൂടാതെ അഹങ്കാരം ഏറെ ദോഷകരമാണ്. എളിമയുടെ ഉദാഹരണമായ ഗാന്ധി അപ്പൂപ്പനോർത്ത് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.